ഹായ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ കരിയറിൽ മുന്നോട്ടു പോകാനും നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും ഏറ്റവും അത്യാവശ്യമായ ഒരു സ്കില്ലിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെ, പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കരിയറിലൊരു സൂപ്പർ പവർ തന്നെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ മുന്നിൽ ഒരു വെള്ള പേപ്പർ. ഇതിനെ എങ്ങനെ ഒരു കിടിലൻ ജോലി കിട്ടാനുള്ള അവസരമാക്കി മാറ്റാൻ പറ്റും അല്ലേ? ഇതൊരുപാട് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. എവിടെ തുടങ്ങണം, എന്തെഴുതണം എന്നൊക്കെയൊരു കൺഫ്യൂഷൻ വരുന്നത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ പേടിക്കേണ്ട, അതിനുള്ള വഴികൾ നമുക്കിന്ന് ശരിയാക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ടൂൾ കിറ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ആദ്യം നമ്മുടെ സ്വന്തം പ്രൊഫഷണൽ സ്റ്റോറി എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കും. പിന്നെ ആ ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെ ഗംഭീരമാക്കാം. ദിവസവുമുള്ള കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം. അവസാനം കുറച്ച് ഫോർമലായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യാമെന്നും നമ്മൾ പഠിക്കും. റെഡിയല്ലേ? ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മുടെ ടൂൾ കിറ്റിലെ ആദ്യത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ഐറ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ജോലിക്ക് അപേക്ഷിക്കുന്ന ആർക്കും ഇതില്ലാതെ പറ്റില്ല. അതാണ് കറിക്കുലം വീറ്റെ, നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന CV. അപ്പൊ എന്താണ് ഈ CV എന്ന് പറഞ്ഞാൽ? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, സ്കിൽസ് ഇതിന്റെയൊക്കെ ഒരു ഔദ്യോഗിക ഡോക്യുമെന്റാണ്. പക്ഷേ അതൊരു വെറും ഡോക്യുമെന്റ് അല്ല കേട്ടോ. നിങ്ങളെക്കുറിച്ചുള്ള ഒരു കഥയുടെ ആദ്യത്തെ ചാപ്റ്ററാണത്. ഒരു കമ്പനി നിങ്ങളെ ആദ്യമായിട്ട് അറിയാൻ പോകുന്നത് ഈ ഒരൊറ്റ പേപ്പറിലൂടെയാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യമൊന്ന് ഓർത്തു നോക്കൂ. ഇനി എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ് ഈ CVയും റെസ്യൂമെയും തമ്മിൽ എന്താ വ്യത്യാസമെന്ന്. നമുക്കതൊന്ന് ക്ലിയർ ചെയ്യാം. നോക്കൂ, CV എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിരിക്കും. 2 അതിലധികമോ പേജൊക്കെ കാണും. പക്ഷെ റെസ്യൂമെ വളരെ ചെറുതാണ്, 1-2 പേജിലെല്ലാം ഒതുക്കണം. സാധാരണയായി അക്കാഡമിക് ഫീൽഡിലോ റിസർച്ചിലോ അല്ലെങ്കിൽ വിദേശത്തുള്ള ജോലികൾക്കൊക്കെയാണ് CV ഉപയോഗിക്കുക. നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് കമ്പനികളിൽ മിക്കവാറും റെസ്യൂമെ മതിയാവും. ശരി, അപ്പൊ നമുക്ക് ഒരു CV സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒന്നാമതായി നിങ്ങളുടെ പേര്, കോൺടാക്ട് ഡീറ്റെയിൽസ്, അത് ക്ലിയർ. പിന്നെ ഒരു കരിയർ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു ചെറിയ സമ്മറി. നിങ്ങൾ ആരാണെന്നും എന്താണ് ലക്ഷ്യമെന്നും ഒറ്റനോട്ടത്തിൽ മനസ്സിലാകണം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ എഡ്യൂക്കേഷനും വർക്ക് എക്സ്പീരിയൻസും എഴുതുമ്പോൾ എപ്പോഴും ഏറ്റവും അവസാനം ചെയ്ത കാര്യം ആദ്യം എഴുതുക. അതായത് റിവേഴ്സ് ഓർഡറിൽ. അതിനുശേഷം നിങ്ങളുടെ സ്കിൽസ്, നിങ്ങൾ ചെയ്ത പ്രോജക്റ്റുകൾ, എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഭംഗിയായിട്ട് ചേർക്കണം. ഓക്കെ, അപ്പോൾ CV റെഡി. ഇനി അടുത്ത ടൂളിലേക്ക് പോകാമല്ലേ? നിങ്ങളുടെ CVക്കൊരു മുഖവും ഒരു പേഴ്സണാലിറ്റിയും കൊടുക്കുന്ന ഒരാളുണ്ട്. അതാണ് കവർ ലെറ്റർ. നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ശരിക്കും ഇവിടെയാണ്. ഇതിനെപ്പറ്റി ചിന്തിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നിങ്ങളുടെ CV ഒരു സിനിമയുടെ കഥയാണെന്ന് വെച്ചോ. അപ്പോൾ അതിന്റെ ടീസർ അല്ലെങ്കിൽ ട്രെയിലറാണ് ഈ കവർ ലെറ്റർ. നിങ്ങൾ എന്തിനാണ് ഈ ജോലിക്ക് അപേക്ഷിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിന് പെർഫെക്റ്റ് ഫിറ്റ് എന്ന് ആ കമ്പനിയെ ബോധ്യപ്പെടുത്താനുള്ള നിങ്ങളുടെ ചാൻസാണ് ഈ കവർ ലെറ്റർ. അപ്പോ ഒരു നല്ല കവർ ലെറ്ററിന് എന്തൊക്കെ വേണം? ഒന്നാമത്തെ കാര്യം, അത് ഒറ്റ പേജിൽ ഒതുങ്ങണം. ഒരുപാട് വലിച്ചു നീട്ടരുത്. ടോൺ എപ്പോഴും ഫോർമലും പൊളൈറ്റുമായിരിക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ അപേക്ഷിക്കുന്ന ഓരോ ജോലിക്കും കമ്പനിക്കും വേണ്ടി ഇത് മാറ്റി എഴുതണം. ഒരു കവർ ലെറ്റർ കോപ്പി പേസ്റ്റ് ചെയ്ത് എല്ലാവർക്കും അയക്കുന്നത് ഒരു വലിയ തെറ്റാണ്. ആ ജോലിക്ക് വേണ്ട നിങ്ങളുടെ സ്കിൽസ് ഹൈലൈറ്റ് ചെയ്യുക. പിന്നെ അയക്കുന്നതിന് മുൻപ് 2-3 തവണ വായിച്ചു നോക്കി ഒരക്ഷരത്തെറ്റുപോലുമില്ലെന്ന് ഉറപ്പുവരുത്തണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ വളരെ സിമ്പിളാണ്. ആദ്യം നിങ്ങളുടെ കോൺടാക്ട് ഇൻഫർമേഷൻ, ഡേറ്റ്, പിന്നെ ആർക്കാണോ അയക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ്. ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുക, ഞാൻ ഇന്ന ജോലിക്ക് വേണ്ടിയാണ് അപേക്ഷിക്കുന്നത് എന്ന്. പിന്നെ വരുന്ന 1-2 പാരഗ്രാഫിൽ നിങ്ങളുടെ സ്കിൽസ് എങ്ങനെ ആ ജോലിയുടെ ആവശ്യങ്ങളുമായി മാച്ച് ആകുന്നു എന്ന് കണക്ട് ചെയ്യുക. അവസാനം നിങ്ങളുടെ താൽപ്പര്യം ഒന്നുകൂടെ ഉറപ്പിച്ചു പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ പ്രതീക്ഷിക്കുന്നുവെന്ന് സൂചിപ്പിക്കാം. അത്രേ ഉള്ളൂ. ശരി, അപ്പൊ ജോലിക്കുള്ള അപേക്ഷയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എൻവയോൺമെന്റിൽ ദിവസവും ഉപയോഗിക്കുന്ന ചില കമ്മ്യൂണിക്കേഷൻ ടൂൾസിലേക്ക് വരാം. അതായത് ഇമെയിൽസും മെമ്മോസും. നമ്മൾ ഇമെയിൽ അയക്കുമ്പോൾ കാണാറില്ലേ CC എന്ന്? എന്താണത്? കാർബൺ കോപ്പി. ഒരാളെ ഒരു ഇമെയിൽ സംഭാഷണത്തിൽ എന്റെ ലൂപ്പ് വെക്കാൻ വേണ്ടിയാണിത്. അതായത് അവർക്ക് നേരിട്ടുള്ള മെയിലല്ല, പക്ഷെ അവർ ഇതൊന്ന് അറിഞ്ഞിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു ക്ലയന്റിന് ഇമെയിൽ അയക്കുമ്പോൾ നിങ്ങളുടെ മാനേജറെ CCയിൽ വെച്ചാൽ ആ സംഭാഷണം നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിനും ഒരു ഐഡിയ കിട്ടും. ഇനി അടുത്തത് BCC, അതായത് ബ്ലൈൻഡ് കാർബൺ കോപ്പി. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ BCCയിൽ വെക്കുന്ന ആളെ മറ്റാർക്കും കാണാൻ പറ്റില്ല. ഇത് പ്രൈവസിക്ക് വളരെ നല്ലതാണ്.
ഉദാഹരണത്തിന് ഒരുപാട് പേർക്ക് ഒരുമിച്ചൊരു മെയിൽ അയക്കണമെന്ന് വെക്കുക, ഒരു ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസിനും. എല്ലാവരെയും BCCയിലിട്ടാൽ ഒരാൾക്കും മറ്റൊരാളുടെ ഇമെയിൽ ID കാണാൻ പറ്റില്ല. എല്ലാവരുടെയും പ്രൈവസി സേഫ് ആയിരിക്കും. അപ്പോ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് വ്യത്യാസം. CCയിൽ വെക്കുന്നത് എല്ലാവർക്കും കാണാം, അത് പബ്ലിക്കാണ്. പക്ഷെ BCCയിൽ വെക്കുന്നത് പ്രൈവറ്റാണ്, ആർക്കും കാണാൻ പറ്റില്ല. ഒരാളെ ഒഫീഷ്യലായി ഒരു കാര്യത്തിൽ ഉൾപ്പെടുത്താൻ CC ഉപയോഗിക്കാം, പക്ഷെ ഒരാളെ രഹസ്യമായി അറിയിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ പ്രൈവസി സംരക്ഷിക്കാനോ ആണെങ്കിൽ BCC ഉപയോഗിക്കാം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് മെമ്മോ എന്താണെന്ന് നോക്കാം. ഒരു ബിസിനസ് മെമ്മോ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ്. എന്തെങ്കിലും പുതിയ പോളിസി അല്ലെങ്കിൽ ഒരു റിമൈൻഡർ, ഇൻസ്ട്രക്ഷൻസ് ഇതൊക്കെ അറിയിക്കാനാണ് ഇത് ഉപയോഗിക്കുക. ഓർക്കേണ്ട പ്രധാന കാര്യം, ഇത് ഇന്റേണൽ ആണ്, അതായത് കമ്പനിക്ക് ഉള്ളിൽ മാത്രം, പുറത്തേക്ക് അയക്കാനുള്ളതല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ടൂൾ കിറ്റിലെ അവസാനത്തെ ഐറ്റത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോമൽ റിപ്പോർട്ടുകൾ. ഒരു നല്ല റിപ്പോർട്ട് എങ്ങനെയുള്ളതായിരിക്കണം? അത് കൃത്യമായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ഒബ്ജക്റ്റീവ് ആയിരിക്കണം, പിന്നെ വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ പറയണം. അതായത് അവിടെ പ്രധാനം ഫാക്ട്സിനാണ്. നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനോ ഊഹങ്ങൾക്കോ അവിടെ ഒരു സ്ഥാനവുമില്ല, വസ്തുതകൾ മാത്രം. ഒരു റിപ്പോർട്ടുണ്ടാക്കാൻ ഈ 6 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മതി. ആദ്യം എന്തിനാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് എന്ന് തീരുമാനിക്കുക. പിന്നെ ആരാണിത് വായിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കണം, കാരണം അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഭാഷ. പിന്നെ ഡേറ്റ കളക്ട് ചെയ്യുക, കിട്ടിയ വിവരങ്ങളൊക്കെ ഒരു ഓർഡറിലാക്കുക, ഡ്രാഫ്റ്റ് എഴുതുക. അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്, തെറ്റുകളുണ്ടോ എന്ന് പലതവണ നോക്കി എഡിറ്റ് ചെയ്യുക. അത്രയുള്ളൂ. സാധാരണയായി ഒരു റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഒരു ടൈറ്റിൽ പേജ് കാണും, പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ, റിപ്പോർട്ടിന്റെ പ്രധാന ഭാഗം അതായത് ബോഡി, പിന്നെ നിങ്ങളുടെ കണ്ടെത്തലുകൾ അതായത് ഫൈൻഡിങ്സ്. അതിൽ നിന്ന് നിങ്ങൾ എന്ത് നിഗമനത്തിലെത്തി അതായത് കൺക്ലൂഷൻസ്. ചിലപ്പോൾ എന്തെങ്കിലും റെക്കമെൻഡേഷൻസും ഉണ്ടാകും. ഈ ഒരു സ്ട്രക്ചർ റിപ്പോർട്ടിന് നല്ലൊരു ഒഴുക്ക് കൊടുക്കും. അപ്പോ നമ്മൾ ഈ പറഞ്ഞ ടൂൾസിലൊക്കെ ഒരു എക്സ്പേർട്ട് ആകുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ എഴുതാൻ പഠിക്കൽ മാത്രമല്ല, ഇത് നിങ്ങളുടെ പ്രൊഫഷണൽ ഐഡന്റിറ്റി, നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെ രൂപപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഐഡിയാസ് എത്ര ക്ലിയർ ആയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുവോ അത്രയും വിജയമായിരിക്കും നിങ്ങളുടെ കരിയർ. അപ്പോ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കുറേ ടൂൾസ് ആയില്ലേ? ഇനി നിങ്ങൾ പറയൂ, എന്ത് പ്രൊഫഷണൽ സ്റ്റോറിയാണ് നിങ്ങൾ ഇന്നു മുതൽ എഴുതി തുടങ്ങാൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഭാവി, അതിന്റെ ഒക്കെ തുടക്കം ഇവിടെ നിന്നാണ്.